കൊള്ളാലോ അളിയാ. ഇതേതാടാ ഈ പുതിയ അവതാരം? എന്നതാടാ രാവിലെ കാച്ചിലും പുഴുക്കുവാന്നോ കഴിച്ചേ? കൂവിൽ നിന്നൊരു ആയം പോരാ അല്ലയോടാ? വേണ്ട സാർ. ചോദിക്കട്ടെ, കൂവിക്കേ. നേരത്തെ കൂവി ആരാന്ന് വെച്ചാ ഒന്നുകൂടെ കൂവണം, അല്ലെങ്കിൽ ആയത്തെ കൂവലിനെ ഒരു അഹങ്കാരം വരും. വേണ്ട ബാബി, ഒരുപാട് ഇത്തരം വരാന്തേ കൂടെ നടന്നാ ഇതുവരെ എത്തിയേ. എന്റെ റോഡിലൂടെ മങ്ങണി വണ്ടി ഓടിച്ച് പഠിക്കല്ലേ. എന്താ പ്രശ്നം? വെറുതെ സാർ, ഒന്നുമില്ല. ഓ, ഒന്നുമില്ല സാറേ, പിള്ളേര് വരാന്തയിൽ കുറുക്കന് പഠിക്കുക. ഐ എം സോറി, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാ. നമസ്കാരം. ഇവരുടെ കാര്യം ഞാൻ പിന്നീട് ഡീൽ ചെയ്തോളാം. നിങ്ങൾ വന്നത്? ഞാനിവന്റെ അഡ്മിഷൻ കാര്യത്തിന് ഫാദർ ഇടമണ്ണയിൽ വിളിച്ചില്ലായിരുന്നു. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ജോ എന്നല്ലേ പേര്? അതെ സാർ. സ്പോർട്സ് കോട്ട് അഡ്മിഷൻ അല്ലേ? ആ, അതെ. എല്ലാരും ക്ലാസ് വെക്കോ. നമുക്ക് ഓഫീസിലേക്ക് പോവാം. വാ വാ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ബോർഡ് കണ്ടില്ലേ? കമാൺ. പിന്നെ ഞാൻ ഇവിടെ എങ്ങും വരേണ്ട ആളല്ല. അത് മനസ്സിലായി. By the way, what is your name? ജോ. Oh, Joe. Come on. From സ്ഥലം? ഹൈ റേഞ്ചിലാ. സ്പോർട്സ് ആണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇവിടെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയവരൊക്കെ പഠിക്കാൻ കുറച്ച് ലോ ആണെങ്കിൽ സ്പോർട്സിൽ ഹൈ റേഞ്ചാ. ചേട്ടന്റെ പേര്? ചേട്ടാന്നൊന്നും വിളിക്കണ്ട, വിശാൽ. Come on. അതെ, വിശാൽ വിശ്വനാഥ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേരിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. പിന്നെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒരു ടൈം പാസ്. ഓ, അപ്പൊ സ്ഥിരമല്ല അല്ലേ? അല്ല, യൂണിഫോം ഇല്ലാത്തോണ്ട് ചോദിച്ചാ. എഴുന്നേറ്റ് പോടെ. താൻ എന്ത് വിട്ടിത്തരോടെ പറഞ്ഞത്? ഇവിടെ എന്താ സ്ഥിരമായിട്ടുള്ളത്? എല്ലാം മിഥ്യയല്ലേ. ഇപ്പൊ തന്നെ താൻ ഇന്നലെ വരെ എവിടെയായിരുന്നു? അത് വീട്ടില്. അപ്പൊ ഇന്നോ? ഇവിടെ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇന്നലെ ഒന്ന് സംഭവിക്കുന്നു, ഇന്നൊന്ന് സംഭവിക്കുന്നു. ഇതിനെയാണ് പ്രപഞ്ചത്തിന്റെ പ്രകേളിയ എന്ന് പറയുന്നത്. അത് ശരി. എന്താണെന്ന് പഠിക്കാനല്ലേ? ഉണ്ട്, ചീട്ടുകളി പഠിച്ചോണ്ടിരിക്കുക. ഇതാണ് ഈ കോളേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മിനിറ്റ് പോലും നമ്മളെ പിള്ളേര് വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടിരിക്കും. ഒരു സബ്ജക്ട് അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്ട്. ഇത് ബെസ്റ്റ് സബ്ജക്റ്റാ. അപ്പൊ ഇതാണ് മുറി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നല്ല പണിയിലാണല്ലോ. ഇതാണ് പുതിയ ഫ്രണ്ട്സ്, ജോ. നിങ്ങളുടെ ടീം സ്പോർട്സാ. ഹലോ ജോ. ഹലോ, ഞാൻ ഹരി. ഇത് ദീപു. ഹലോ, ഇത് അനൂപ്. നല്ല പഠിത്തോ. എല്ലാരും അത്ലറ്റ്സ് അല്ലേ? അല്ല, ഞാൻ വോളിയാ. ഞാൻ അത്ലറ്റാ, പാലായിലാ വീട്. ഞാൻ ഇടുക്കിയ. എന്താ ജോയിൻ ചെയ്യാൻ എത്ര വൈകിയത്? അത്രക്ക് കുറച്ച് പഠിച്ചാ മതിയല്ലോ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഉണ്ടാവും. ഓക്കെ. ഗൗതം, ഇന്നു മുതൽ നിങ്ങളുടെ മുറിയിൽ ഒരു പുതിയ ആൾ കൂടി ഉണ്ട്, ജോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഓക്കെ. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങൾ 4 പേര് മാത്രം റൂമിലുണ്ടായിരുന്നുള്ളൂ. ഒരാൾ കൂടി വരുമ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പ്രശ്നമൊന്നുമില്ലല്ലോ? അയ്യോ, അതിനെന്താ, കുഴപ്പമൊന്നുമില്ല. എ ബ്ലോക്കിൽ റൂം ഒഴിവ് വരുമ്പോ അങ്ങോട്ട് മാറാം. വേണമെന്നില്ലെന്നേ. എന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യും. ഓക്കെ. റൂമൊക്കെ ആ കലങ്കോലായിരിക്കുക. ആ കട്ടിലാകെ പൊടി പിടിച്ച് കിടക്കുക. ജോയുടെ ബുക്കൊക്കെ ഈ മേശയിൽ വെക്കാം. പിന്നെ ടേബിൾ ലാമ്പും മറ്റുമെല്ലാം വേറെ വാങ്ങണം. ശരി. ഇവിടെ ജംഗ്ഷനിലുള്ള ഷോപ്പുണ്ട്. ലാമ്പും സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങാം. വേണമെങ്കിൽ ഞാൻ വരാം. അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. എനിക്ക് കുറച്ച് സാധനം വാങ്ങണ്ട. ജോ, ഏത് ഐറ്റം? ഞാൻ 200, 400, 800 പിന്നെ ലോങ്ങും ഉണ്ട്. ഏതായാലും ജോ നമ്മുടെ റൂമിൽ തന്നെ വന്നത് നന്നായി. അത് ശരിയാ. ഇതൊക്കെ പിന്നെയോ. നമുക്ക് താഴെ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. അയ്യോ, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. താങ്ക്സ്. എന്നാലും ഒരു ടീ. എന്നാ ശരി, പോടോ. എന്നാ നമുക്ക് പോവാം. എപ്പോഴും ഉണ്ടായി ചായ കുടി? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. രാവിലെ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ തുടങ്ങിയതായി ചായ കുടി ശീലം. ഇവൻ ഉറക്കൊന്നുമില്ല, ഇവൻ രാവിലെ പ്രാക്ടീസ് തുടങ്ങും. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. നിന്റെ ആ സ്പോൺസർ സർ പോയായിരുന്നോ? അതവള് മുകളിലുണ്ടോ? മനസ്സിലായില്ല. നിന്നോടല്ലടാ ചോദിച്ചു, അവനോടാ. സാറ് പോയി. ശരി ശരി, വാ പോവാം. വാടാ പോവാം. എന്താ അത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിള്ളേർക്കൊക്കെ എന്തൊരു മൈൻഡ് ഇല്ലാത്തത്? ആ ബഹുമാനം കൊണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ്. 1 2 1 2 1 2 ഈസി. ആ കൈയെടുത്ത് നടുവിന് വൈകിടും. സർ, ഓ, നിങ്ങൾ ഇനി ഗ്രൗണ്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യും. ഹലോ ഗൗതം. നമസ്കാരം സർ. ആ, പുതിയ കൂട്ടുകാരനുണ്ടല്ലോ. ഇന്നലെ വന്നു എന്നറിഞ്ഞു. ഇതാണ് നമ്മുടെ PT സർ. നമസ്കാരം സർ. ഹലോ, ഐ ആം സുശീലൻ, NIS കോച്ച് ഫ്രം പാട്യാല. ഞാൻ സ്പോർട്സിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാ. വിട്ടുവീഴ്ചയില്ലാത്ത പരിശീലന പരിപാടി ആയിരിക്കും എന്റേത്. ശരി സർ. മോർണിംഗ് 6 o'clock ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണം. സ്പോർട്സിൽ എന്തെങ്കിലും ആകണമെങ്കിൽ നിങ്ങളെ പരിപൂർണമായും എനിക്ക് ഗ്രൗണ്ടിൽ കിട്ടണം. കഴിഞ്ഞ വർഷം നാഷണൽ മീറ്റിന് കേരളത്തിന് 8 ഗോൾഡാണ് ടോട്ടൽ. അതിൽ 5 എന്റെ കുട്ടികൾക്കാ. പിന്നെ വെള്ളി വെങ്കലം ഇതൊക്കെ ആര് നോക്കുന്നു? ഗ്രൗണ്ടിൽ തൊട്ടാൽ പൊന്നായിട്ട് വേണം തിരിച്ചു വരാൻ. പിന്നെ കള്ളുകുടി, കഞ്ചാവ്, സിഗരറ്റ് ആൻഡ് അതർ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ ഫ്രം സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ചിലപ്പോ കോളേജിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ സർ. കഴിഞ്ഞ വർഷം ഈ കോളേജിൽ നിന്ന് അങ്ങനെ പറഞ്ഞയച്ച 3 പേരും എന്റെ കുട്ടികളാണ്. അതുകൊണ്ട് പേരുദോഷം ഉണ്ടാക്കി വെക്കരുത്. നമ്മുടെ കോളേജ് സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഗ്രൗണ്ടിന് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഗ്രൗണ്ടും ട്രാക്കും ഒക്കെ നമ്മുടെ റോഡ് പോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ആ, സ്കൂളിൽ നിങ്ങളുടെ PT ആരാണെന്നാ പറഞ്ഞേ? ഗീവർഗി സർ. ഓ, ആ ആരാച്ചാരുടെ മുഖമുള്ള എക്സ് സർവീസ്മാൻ, അഗ്ലി ഫേസ്. തീരെ പ്രൊഫഷണൽ അല്ല. തമ്മന സ്കൂളിലുള്ള ആ തോമസ് മാഷിന്റെ വാല കെട്ടാൻ കൊള്ളില്ല. ഏതായാലും ജോ വന്നത് കറക്റ്റ് സമയത്താണ്. അടുത്ത ആഴ്ച യൂണിവേഴ്സിറ്റി മത്സരത്തിനുള്ള ടീം സെലക്ഷൻ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കണം. ശരി സർ. ആ, നിങ്ങൾ റെഡിയാവും? ശരി സർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് സിമ്പിളാ. ഫുൾ ടൈം നമ്മൾ ഗ്രൗണ്ടിലും ഹോസ്റ്റലിലൊക്കെ തന്നെ ഉണ്ടാവും. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതോ ഒരു സുഖമില്ല കളർ. ഇത് കൊള്ളാം. ഇത് നിനക്ക് ചേരും. ഇതും കുഴപ്പമില്ല. ബാലമുരുകൻ. അയ്യോ, ഇതിനേക്കാളും വില കുറഞ്ഞുണ്ടാവോ? എന്റെ ചേട്ടാ, ഏത് ഷോപ്പിനേക്കാളും വില കുറച്ചാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. അത് കമ്പനി സാധനം കേട്ടാ? അതൊന്ന് കാണിച്ചേ. ഇത് വൈറ്റാ. ഈ കളർ എടുക്ക്. സാറിന് അടിപൊളിയായിരിക്കും. അതെ, ഇത് കൊള്ളാം. കൊള്ളാം. കൊള്ളാം അല്ലേ? ആ, ഇതൊന്ന് എടുത്തു വെച്ചേ. ഞങ്ങൾ അപ്പുറത്ത് നോക്കിയിട്ട് വരാം. വാ. ദീപു, ഹരി, എന്താ പ്രശ്നം? ജോയോടെ? ആ കുളിക്കുവാ. ആ, ജോക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, താഴെ വെയിറ്റ് ചെയ്യണം. എടാ അനൂപേ, ഇങ്ങനെ ഫുൾ ടൈം പഠിച്ചോണ്ടിരുന്നാലേ ഫൈനൽ സെമിസ്റ്റർ ആവുമ്പേ നിനക്ക് വട്ടായി പോവും. പണ്ടീ മുറിയിലേ ഇങ്ങനെ ഒരുത്തരുണ്ടായിരുന്നു, പ്രവീൺ. അവൻ പഠിച്ചു പഠിച്ചേ അവസാനം വട്ടായി പോയി. നീ പഠിച്ചോ, നിനക്ക് വട്ടായാലും കാണാനേ നല്ല രസമായിരിക്കും. എന്നെ ആരാ അന്വേഷിച്ചത്? ഞാനാ. മിസ്റ്റർ, ജസ്റ്റ് എ മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. വരുന്നുണ്ട്. താനിവിടെ പുതിയതല്ലേ? അതെ. ഇന്നലെ ഷോപ്പിങ്ങിന് വന്നിരുന്നോ? ഉവ്. ഏത് പട്ടിക്കാട്ടിലെ സ്ഥലം? ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് ചോദിക്കാനാ ഞങ്ങളും വന്നിരിക്കുന്നത്. തനിക്ക് എന്തിന്റെ സുഖേടാ? കണ്ട പെമ്പിള്ളാരെ ഡ്രസ് എടുത്തോണ്ട് പോരെ. ഏത് ഡ്രസ്? ആഹാ, അത് ശരി, അറിയില്ല അല്ലേ? ഇല്ല. ഹാ, ചില തെലുങ്ക് സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം നായികയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുക, പിന്നെ അത് തിരിച്ചു കൊടുക്കുക, പിന്നീട് അവളെ ലൈൻ അടിക്കുക. ആ വക കാര്യങ്ങളൊക്കെ അങ്ങ് ഹൈദരാബാദിൽ പോയി പറഞ്ഞാൽ മതി. താൻ വേഗം പോയി എന്റെ ഡ്രസ് പാക്കറ്റ് എടുത്തിട്ട് വാ. എന്താ കുട്ടി പറയുന്നേ? എന്റെ കയ്യിൽ 2 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണത്തിൽ ഡ്രസ്സും മറ്റേതിൽ സ്പൈസും. അല്ല പിന്നെ എന്താ അവിടെ പ്രോബ്ലം? ചേട്ടന്റെ കാര്യം നോക്കിയാ മതി. അത് ശരിയല്ല, ഞാൻ എന്റെ കാര്യം നോക്കിയപ്പോഴേ. അതെ ചേട്ടാ, ഇയാളുടെ ഡ്രസ് മനപ്പൂർവ്വം ഷോപ്പിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഡ്രസ് എടുത്തോണ്ട് പോയി. അല്ല വിശാലേട്ടാ, ഞാനൊന്നും എടുത്തിട്ടില്ല. ഓപ്പൺ ആയിട്ട് ചേട്ടാ വിശാലേ, ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ എന്റെ ഡ്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതെന്താ? ഒന്ന് തുറന്നു നോക്ക്. ഇത് തുറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്റെ ബാഗേ റൂമിൽ കിടക്കുന്നു. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ പോയി എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരാം. ആ, എന്നാ ഞങ്ങളും കൂടെ വരാം. അത് വേണ്ട, ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. അതെ, ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. ആ ബാഗ് ഇതാ. ആ, അതെവിടെ ഇരിക്കട്ടെ, മറ്റേത് കൊണ്ടുവന്നിട്ട് ഇത് കൊണ്ടുപോയാൽ മതി. അങ്ങനെയാണല്ലേ? ആയിക്കോട്ടെ.
കൊണ്ടുവരാം ഞാൻ കൊണ്ടുവരാം കൊണ്ടുവരാം. ഞാൻ നിങ്ങളുടെ പക്ഷത്താണ്. പോട്ടെ സുന്ദരികളെ. ഇത് കണ്ടോ ഷൂ, ഇത് ബെൽറ്റ്, ഇത് നിങ്ങളുടെ അല്ലല്ലോ അല്ലല്ലോ. അതെ, വിവരം വേണം, വിവരം. ആൺകുട്ടികളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് ആദ്യം പഠിക്കണം. അല്ലാതെ കുറെ പെൺകുട്ടികളും കൂട്ടി വന്ന് പത്രാസ് കാണിക്കാന്ന് വിചാരിച്ചല്ലേ? കൊള്ളാലോ. ഇനി അടുത്തും കൂടി കാണിക്കാം. ദാ, ഇതെന്റെ ഷർട്ട്. അയ്യേ, ഇതെങ്ങനെ ഇതിൽ വന്നു? എനിക്കറിയില്ല. അത് ശരി, ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് എടുത്ത ആൾക്കും കൂട്ടുകാർക്കും അറിയില്ല അല്ലേ? സോറി. Shut up, stupid. വാടി.